CJP ഒരു വശത്ത് സമരം തുടരുമ്പോൾ പ്രതിപക്ഷം പാർലമെന്റിലും പുറത്തും വലിയ സമ്മർദ്ദമായി മാറി. കോൺഗ്രസിന്റെ മിന്നൽ സമരങ്ങൾ ചെറിയ പ്രതിസന്ധിയൊന്നുമല്ല സർക്കാരിന് തീർത്തത്. മന്ത്രിയുടെ രാജിയല്ലാതെ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്നാണ് പ്രതിപക്ഷം നിലപാടെടുത്തത്. സമരം തുടരുമെന്ന സൂചനയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത്. പ്രധാനമന്ത്രി മാപ്പ് പറയണമെന്നും ജന്തർ മന്ദറിലെ അക്രമങ്ങൾക്ക് അമിത്ഷാ നേരിട്ട് ഉത്തരവാദിയാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു. प्रधान एक सिंबल है, करप्शन का सिंबल, एजुकेशन सिस्टम के डिस्ट्रक्शन का सिंबल, इनकॉम्पिटेंस का सिंबल. मोदी जी की गलती है तो उतनी ही गलती आरएसएस की. हमारे एजुकेशन सिस्टम को अंदर से खोखला कर दिया है. जो नॉलेज होती है उस पर इन्होंने आक्रमण किया. मेन ऑपरेटर हैं सिस्टम के नरेंद्र मोदी जी. उनको हिंदुस्तान के स्टूडेंट्स से अपोलोजाइज करना चाहिए. हमारा प्रोग्राम जो स्टूडेंट्स का प्रोग्राम है वो चलेगा. മുബഷീറുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. മുബഷീർ, പാർട്ടികൾക്കൊപ്പം സമരം ചെയ്ത SFIക്കൊപ്പം പിന്തുണ നൽകിയ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊപ്പം തന്നെ കോൺഗ്രസിന്റെയും പ്രതിപക്ഷ കക്ഷിയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും കൂടി ഈ സമരത്തിലെ സാന്നിധ്യം എടുത്തു പറയേണ്ടതാണ്. ഒരേ സമയം പാർലമെന്റിനുള്ളിലും പുറത്തും അവർ സമരമായി, അഗ്നിയായി, മിന്നൽ സമരങ്ങൾ നടത്തി. പ്രതിപക്ഷത്തിന്റെ നീക്കവും ഈ കീടങ്ങളിന് ഒരു കാരണമായില്ലേ മുബഷീർ? ഡോക്ടർ കുമാർ, ജന്തർ മന്ദറിലെ CJPയുടെ പ്രതിഷേധ സമരത്തിൽ ഏറ്റവും നിർണായക പിന്തുണയായി മാറിയത് പ്രതിപക്ഷത്തിന്റെ ഒരു ഇടപെടൽ തന്നെയായിരുന്നു. ഒരു ഘട്ടത്തിൽ മങ്ങിപ്പോയ ഈ CJPയുടെ പ്രതിഷേധ സമരത്തിന് വലിയ ശക്തി പകർന്നത് പ്രതിപക്ഷത്തിന്റെ ഇടപെടലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഒരു വരവ് തന്നെയായിരുന്നു. ഈ പാർലമെന്റിലേക്ക് നടത്തിയ പ്രതിഷേധ സമരത്തിൽ ക്രൂരമായി മർദ്ദനമേറ്റ കുട്ടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു പ്രതിഷേധ സമരം നടത്തിയിരുന്നു. പക്ഷേ 12 വർഷത്തിനിടയിൽ പ്രതിപക്ഷ നേതാക്കളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷം തന്നെ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര സമരമായി അത് മാറി എന്നുള്ളതാണ്. രാഹുലിന്റെ മുഖത്തേറ്റ അടിയുടെ പാടും രക്തം വാർന്ന ചിത്രമൊക്കെ തന്നെ ഒരു ചരിത്ര സമരത്തിന്റെ നേർസാക്ഷ്യം കൂടിയായി മാറി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഗാന്ധി സ്മൃതിയിലേക്ക് പദയാത്ര നടത്തി വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രതിപക്ഷത്തിന്റെ നീക്കം ഉൾപ്പെടെ ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായി എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇക്കാര്യത്തിൽ ഒരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിക്ക് BJP തയ്യാറായില്ലായിരുന്നെങ്കിൽ വരും ദിവസങ്ങളിലും അത്തരത്തിലുള്ള പ്രതിഷേധ സമരങ്ങൾക്ക് പ്രതിപക്ഷം നേതൃത്വം കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ട സമയത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അത് പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് നന്ദിയുണ്ട്, രാജ്യത്തെ ഇത്തരത്തിലുള്ള അസമത്വങ്ങൾ വിളിച്ചു പറഞ്ഞതിൽ. ഒരു ഭാഗത്ത് നേരത്തെ കോൺഗ്രസ് പ്രഖ്യാപിച്ച പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പരിപാടികൾ തുടരും. അതോടൊപ്പം തന്നെ ഇത് BJP സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ്. ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ വരും കാലങ്ങളിലും വലിയ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സംഭവം എന്നുള്ളതും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. അരുൺകുമാർ.